ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ പ്രയോജനമാകുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് താരൻ കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. മുടി നന്നായി കൊഴിഞ്ഞു പോകും, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും, ഫേസിൽ കുരുക്കൾ വരും, ചിലർക്ക് തലവേദന എടുക്കും, പിന്നെ തലയിലൊക്കെ ഭയങ്കര ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ താരം കൊണ്ട് നമ്മൾ ഉണ്ടല്ലേ. എനിക്കും താരം കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് മുമ്പിലും പറയാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ട്, പക്ഷേ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് മുമ്പിൽ പറയാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ വീടിന് അടുത്തുള്ള ഒരു സഹോദരിയായിട്ട് എനിക്കിത് പറഞ്ഞത്. എൻ്റെ ടെക്നിക്കല്ല, അതുകൊണ്ട് മറ്റൊരാളുടെ ഒരു കഴിവിന് ഞാൻ മുതലെടുക്കാൻ പാടില്ലല്ലോ ഒരിക്കലും. അതുകൊണ്ട് എനിക്കിത് ആ ചേച്ചി പറഞ്ഞു തന്ന ഒരു ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്തു നോക്കി. വളരെ യൂസ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട്. എൻ്റെ കാലത്ത് ഇന്നാണ് ഞാൻ ചെയ്തിട്ടോ, വേറൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ടപ്പോൾ ഇത്രയും ദിവസമായത്. അപ്പം ഇന്ന് ഞാൻ ചെയ്തു. എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ചെയ്തു. വളരെ നന്നായിരുന്നു. സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ അതിന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കണ്ണാടി നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് കണ്ണാടി നോക്കി ചെയ്യുമ്പോൾ അത്ര പ്രശ്നമില്ല. ബാക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ഒരു തവണ കൊണ്ടുകഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്രയും സിമ്പിളായ കാര്യമാണ്, ഒരു ചിലവുമില്ല. അതുകൊണ്ട് തന്നെ രണ്ട് സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. കോട്ടൺ വേണം, പിന്നെ നല്ല വെളിച്ചെണ്ണ വേണം. നല്ല വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ ആട്ടിയ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ആവശ്യമില്ലാത്ത ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുമല്ലോ, അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുടിക്ക് കൂടുതലും നല്ലത്. നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. കാരണം എൻ്റെ മുടി വളരെ കോലം കൊണ്ട് പോയി. എനിക്ക് പുറത്തൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ മുടി ഇരിക്കുന്നത്. എനിക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു, നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല മുടി നന്നായി കൊഴിഞ്ഞു പോയി. 3 വർഷത്തിനിടെ എൻ്റെ മുടി നന്നായി കൊഴിഞ്ഞു പോയി. നന്നായിട്ട് ഒരു പനങ്കൊല പോലെ എന്ന് പറയത്തില്ലേ, അത്രയും മുടി എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തൊട്ടാൽ പറ്റത്തില്ല, അത്രയും ഉള്ളുള്ള മുടിയായിരുന്നു. തൊട്ടാൽ പോലും നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ തലയോട്ടിയില്ല തട്ടുന്നേ, അത്രയും ഹെയർ പോയി കഴിഞ്ഞ്. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടോ, എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം. വെളിച്ചെണ്ണ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചെറുതായിട്ട് ചൂടാക്കി മതി, തിളക്കാനൊന്നും പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കോട്ടൺ തുണി കട്ട് ചെയ്തിട്ട് അതിൽ മുക്കിയതിന് ശേഷം നമ്മൾ താരനുള്ള ഭാഗത്ത് ഇങ്ങനെ നമ്മൾ മുടി ഇങ്ങനെ നീക്കി കൊടുക്കുക. നമുക്ക് കാണും, ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് അതിന് മുക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെയൊക്കെ ആക്കിയിട്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്തു. കാരണം എനിക്ക് അത്രയും അമർന്ന് കിടക്കുന്നുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയപ്പോഴാണ് വേരോടുകൂടി അടർന്നു വന്നു. നന്നായിട്ട് താരൻ എനിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. എവിടെയൊക്കെ ഉണ്ടോ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇവിടെ ബാക്ക് ഭാഗത്തൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് ചെയ്തു തരാൻ പറയുക. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ അതുപോലെ തന്നെ എണ്ണ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പാടില്ല. ആഴ്ചയിൽ 2 ദിവസം മാത്രം എണ്ണ തേച്ച് കുളിച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ഷാമ്പു, നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നല്ല ഷാമ്പു ഉപയോഗിച്ചിട്ട് തല കഴുകി കളയുക. അത്ര അല്ലാതെ എപ്പോഴും തലയിൽ എണ്ണ തേക്കുന്നതൊന്നും ഒന്നും നല്ലതല്ല. അതും മുടി നന്നായി കൊഴിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക കേട്ടോ. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ.
ഓക്കെ ബൈ.